ഹലോ മക്കളെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ്. എന്താണ് സെൽഫ് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാം, സെൽഫ് ഡിസിപ്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അപ്പം ഇതിപ്പോൾ പറയാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കുട്ടികളായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ അപ്പം ഒരു മോള് പറയുണ്ടായി, മിസ് എനിക്കിപ്പോൾ പഠിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ നീറ്റിന് പഠിക്കാനുള്ള ഒരു ആഗ്രഹം എനിക്കിപ്പോൾ ഉള്ളതുപോലെ തോന്നുന്നില്ല എന്ന്. അപ്പം നമ്മൾ ഒരു നീറ്റ് ആസ്പിറൻ്റ് എന്ന് പറയുമ്പം അതൊരു സാധാരണ നമ്മൾ +1 +2 പബ്ലിക് എക്സാമിന് പഠിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി അല്ല നമുക്ക് വേണ്ടത്. നീറ്റിന് നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ മെൻറ്റാലിറ്റിയെ ഡിഫറെൻ്റ് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഒരു ഗോൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു +1 +2 ജേർണിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾക്ക് ആ ഒരു കാര്യത്തിൽ നമുക്കത് എത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വർക്ക് ആ രീതിയിലായിരിക്കണം. എന്താണ് ഈ സെൽഫ് ഡിസിപ്ലിൻ? ഇപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ എന്നോട് കുറച്ചൊരു നിങ്ങളുടെ ഒരു പ്രായത്തിൽ +1 +2 നിങ്ങളുടെ പ്രായത്തിൽ എന്നോട് ചോദിക്കുകയാണ് എന്താണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഉത്തരം കണ്ണടച്ച് കൈകെട്ടി മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഡിസിപ്ലിൻ എന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചത് ഒരു കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു +1 +2 വരെ. ഓക്കെ, സെയിം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് നമ്മളൊരു 9 മണി മുതൽ 9:15 വരെ കൈ കെട്ടി കണ്ണടച്ച് നമുക്കൊരു മ്യൂസിക് ഇങ്ങനെ ഓരോ ക്ലാസ് റൂമിൽ ഓരോ സ്പീക്കർ ഉണ്ടാവും, അതിലൂടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടാകും. നമ്മളതും കേട്ട് ഇങ്ങനെ കണ്ണടച്ച് മിണ്ടാതിരിക്കണം. അപ്പോൾ അതും നമുക്ക് മാർക്ക് ഇടാൻ ഒരു കുട്ടി വരും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഡിസിപ്ലിൻ ആയിരിക്കുക, മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നീടാണ് സെൽഫ് ഡിസിപ്ലിൻ എന്താണെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായത്. നിങ്ങളൊരു നീറ്റ് ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം സെൽഫ് ഡിസിപ്ലിൻ ആണെന്ന് ഞാൻ പറയാനുള്ളൊരു കാര്യം. എന്താണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് വേണ്ടതേത് വേണ്ടാത്തതേത് എന്ന് നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാവണം. ആൻഡ് അതിൽ നമുക്ക് വേണ്ട കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും വേണ്ടാത്ത കാര്യം നമുക്ക് ഒഴിവാക്കാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ റീൽസ് കാണുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ കുറേ വീഡിയോസ് കാണുന്നു. അത് ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും, പക്ഷേ അത് നമുക്ക് വേണ്ട കാര്യമാണോ? നിങ്ങളിപ്പോൾ ഒരു നീറ്റ് ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യമല്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻഡ് അല്ല എന്നാണ് അർത്ഥം. അതായത് നമ്മളുടെ ഫീലിങ്സിൻ്റെ മുകളിൽ, നമ്മളുടെ ചിന്തകളുടെ മുകളിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവണം. ആ ഒരു കൺട്രോൾ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആണ്, അതല്ലെങ്കിൽ നമ്മളല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ചെയ്യാം? അപ്പം ഇത് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഗ്രാം ഒഴിവാക്കണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒഴിവാക്കണം, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വലിയ ത്യാഗങ്ങൾ ചെയ്യണം. അങ്ങനെ വലിയ വലിയ സാക്രിഫൈസ് അല്ല ആക്ച്വലി നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ അറ്റൈൻ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒറ്റയടിക്ക് ഞാൻ ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ചെയ്യുന്നു, ആ ആപ്പ് തന്നെ റിമൂവ് ചെയ്യുന്നു, ഞാൻ തീരെ ഉപയോഗിക്കുന്നില്ല. ആക്ച്വലി അങ്ങനത്തെ ആപ്പ് റിമൂവ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യണമൊക്കെ നല്ലതാണ്, നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ. പക്ഷേ അതൊരു വലിയ സാക്രിഫൈസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ ചെയ്യണമെന്നല്ല. അപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ചുറ്റിയുള്ള കുറേ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചെറിയ ചെറിയ സ്റ്റെപ്സ് ചെയ്യുക. എപ്പോഴും ഒറ്റയടിക്ക് ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് അയ്യോ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് ചെറിയ ചെറിയ സ്റ്റെപ്സ് ചെയ്യുക. അതിപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ ഇങ്ങനത്തെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമുക്ക് ഈസിലി അച്ചീവബിൾ ആണ്. അങ്ങനെ ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റേത് വലിയൊരു കാര്യം നമ്മൾ എയിം ചെയ്യുന്നു, ആ വലിയൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്നൊരു ദിവസം ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പം ഞാനൊരു ദിവസം വിചാരിക്കുകയാണ്, ഞാൻ ഇന്ന് 5 ചാപ്റ്റർ പഠിക്കും, ഞാൻ ഇനി മുതൽ 10 മണിക്കൂർ പഠിക്കും. അത് നമ്മളൊരു സ്റ്റാർട്ടിങ് പഠിക്കാൻ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക്കാണ്. അച്ചീവബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുകയാണ്, ഞാൻ ഇനി മുതൽ പഠിക്കും. ഓക്കെ, ഞാൻ ഇനി സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും. ഓക്കെ, ഞാൻ ഇതിൽ സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇന്ന് 2 മണിക്കൂർ പഠിക്കും. യെസ്, അച്ചീവബിൾ ആണ് അല്ലേ. എല്ലാ ദിവസവും നിങ്ങൾ ആ 2 മണിക്കൂർ പഠിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിയെ പതിയെ ആ സമയം കൂട്ടിക്കൊണ്ടുവരാനും, അത് മാത്രമല്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഈ കാര്യങ്ങളുടെ മുകളിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി എൻ്റെ കുട്ടികളെല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക,
നിങ്ങൾക്ക് ഈ പറയുന്ന സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടോ? അപ്പോൾ എന്താണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ? അപ്പോൾ ഈ സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. ഈ ഒരു സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം, അതിന് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് എന്താണോ ആയി മാറേണ്ടത് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡോക്ടറായിട്ടാണ് മാറേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ് അല്ലേ, ഒരു MBBS പഠിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് നിങ്ങൾ മാറുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് മാറണം. അല്ലാതെ ഞാനാവോ ആവൂലയോ എന്തെങ്കിലും ആവും അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കാതെ യെസ് ഞാനൊരു MBBS പഠിക്കുന്ന കുട്ടിയായിട്ട് ഞാൻ മാറാൻ പോവുകയാണ് എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളെ ഫ്രീക്വൻ്റ്ലി റിമൈൻഡ് ചെയ്യുക നിങ്ങൾക്ക്. അപ്പം അത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പർ നിങ്ങൾക്ക് ആ രീതിക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾ എപ്പോഴെപ്പോഴും കാണുന്ന സ്ഥലങ്ങൾ എന്താണോ അവിടെ നിങ്ങളുടെ ഫോക്കസ് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നമ്മൾക്ക് തന്നെ എൻ്റെ ഗോൾ ഇതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അതൊന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ തന്നെ അത് റിമൈൻഡ് ചെയ്യിക്കും. മൂന്നാമതായിട്ട് നമുക്ക് എപ്പോഴും ഡിഫിക്കൽട്ടൊന്നും ഇല്ലാത്ത നല്ല കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എപ്പോഴും ഇഷ്ടം അല്ലേ? അതെ, നിങ്ങളുടെ മാത്രം കുഴപ്പമൊന്നുമല്ല, എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ആ ഒരു ഡിസ്കംഫർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. എപ്പോഴും എല്ലാവരും മനുഷ്യന്മാരെപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ മാത്രം കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെയാണ്. അപ്പം നമ്മൾ പകരം ചെറിയ ചെറിയ ഡിസ്കംഫർട്ട് നമ്മൾക്ക് അറിഞ്ഞുകൊണ്ട് കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പഠിത്തം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസ്കംഫർട്ട് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് നിങ്ങൾ അതിനോട് ട്രെയിൻഡ് ആയിരിക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം രാവിലെ എഴുന്നേറ്റ് കുളിക്കുക എന്നുള്ളത് എല്ലാവരും സംബന്ധിച്ചും, അതും തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത് എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം ആയിരിക്കണം എന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതേപോലെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അപ്പം നിങ്ങൾക്കത് കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം. വേറെ നിങ്ങൾക്ക് നീരിറക്കം അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്യുക. അങ്ങനെ നിങ്ങളെ ഡിസ്കംഫർട്ടിലേക്ക് എത്തിക്കുക. അങ്ങനെ ആവുമ്പം നമുക്ക് പഠിക്കുക എന്നുള്ളത് ഡിസ്കംഫർട്ട് കുറേ ചെയ്ത് നമുക്കൊരു ശീലമുണ്ടോ. അങ്ങനെ നമുക്ക് പഠിക്കാൻ തുടങ്ങുമ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാറ്റാൻ നോക്കരുത്. അതായത് അല്ലെങ്കിൽ അത് നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. ഏറ്റവും ബേസിക്കായിട്ട് മനുഷ്യന് വേണ്ടതാണ് ഉറക്കം. അത് കുറച്ചുകൊണ്ട് നിങ്ങൾ കൂടുതൽ സമയം കിട്ടുമല്ലോ പഠിക്കാമെന്ന് കരുതരുത്. അതൊരിക്കലും നിങ്ങൾക്ക് ഈ പറയുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. നല്ല രീതിയിലുള്ള ഭക്ഷണം, നല്ല രീതിയിലുള്ള ബ്രേക്ക്, ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് നമുക്ക് അത്യാവശ്യമാണ്. എന്തൊരു കാര്യത്തിനായാലും അതിപ്പോൾ നീറ്റ് പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുറങ്ങിയാൽ മതി, അങ്ങനത്തെ കാര്യമൊന്നുമില്ല. മനുഷ്യന്മാരാണ്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ബേസിക് നീഡ്സ് അത്യാവശ്യമാണ്. ദെൻ ലാസ്റ്റ് വൺ, നിങ്ങൾക്കിപ്പം ഈ കാര്യങ്ങളൊന്ന് അച്ചീവ് ചെയ്യാൻ അത്രയും ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതൊരു വലിയ വാക്കാണ്, അതൊരു വലിയ കാര്യമാണ്. പല തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷൻ, ഒരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളൊരു കാമായിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക, ബെഡിലൊന്നിരിക്കുക, അതൊരു ഫ്ലാറ്റ് സർഫേസിലിരുന്ന് നല്ല പോലെ ബോഡിയൊക്കെ റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ണടച്ച് നിങ്ങളുടെ തന്നെ ബ്രെത്ത് ഒന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ മൂക്കിലൂടെ എയർ കയറുന്നത് പുറത്ത് പോകുന്നത് അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരം ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ ചുറ്റുപാടും പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാകും. അത് നിങ്ങൾ കോൺഷ്യസ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കണ്ട, അത് അവിടെ നടന്നോട്ടെ. പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രെത്തിലാണ്. അതിലിങ്ങനെ ഫോക്കസ് ചെയ്ത് 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് വേണേൽ ഫോണിൽ അലാം വെച്ചിട്ട് ഇരിക്കാം. അങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സെൽഫ് ഡിസിപ്ലിൻ കുറച്ചുകൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഈ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി കാരണം ഇതൊരു നീറ്റ് ആസ്പിരൻറ്റിന് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ചുറ്റുപാടും പല കാര്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ഈ നീറ്റ് ടോപ്പേഴ്സിന് അല്ലെങ്കിൽ നീറ്റ് റാങ്ക് വാങ്ങിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒറ്റ എയിമേ ഉള്ളൂ, നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക, MBBS കോഴ്സിന് കയറുക. വേറെ ഒന്നും അവരുടെ ലിസ്റ്റിലില്ല. അതായത് അവർക്ക് വേണ്ട കാര്യത്തിൽ അവർക്ക് നല്ല ബോധ്യമുണ്ട്, അവർ ഫോക്കസ്ഡ് ആണ്. നിങ്ങളങ്ങനെ ഫോക്കസ്ഡ് ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫോക്കസ്ഡ് ആണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.